ഹലോ ഗീസ്, അപ്പോൾ നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എന്നെയും നമ്മുടെ ചാനലിനെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്നാണ് നമ്മൾ ഓഫീസിൽ ഓണ സെലിബ്രേഷൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വിഷ്ണുവേട്ടൻ ഇന്ന് നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. കാരണം വിഷ്ണുവേട്ടൻ്റെ എനിക്കുള്ള അന്ന് തന്നെയാണ് വിഷ്ണുവേട്ടൻ്റെ അവിടെയും ഓണം സെലിബ്രേഷൻ. അപ്പോൾ വിഷ്ണുവേട്ടൻ 7:30 ആയതുകൊണ്ട് 7:30 ആയപ്പോഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓട്ടോ എടുത്തിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അവിടെ എത്തിയപ്പോഴേക്കും മുടിയൊക്കെ കാറ്റടിച്ച് ആകെ ചപ്പറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് എത്തി തുടങ്ങുന്നേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു ഞാനാണ് ലേറ്റ് എന്ന്. പക്ഷേ അല്ല ഗെയ്സ്, എല്ലാവരും ലേറ്റാണ്. കാരണം അത് സ്വാഭാവികം അങ്ങനെ തന്നെ ആവുമല്ലോ. കാരണം ഈ എന്ന് വരുന്ന പോലെയല്ലല്ലോ. ഇന്നിപ്പോൾ സാരിയൊക്കെ ഒന്ന് ചുറ്റി വരുമ്പോൾ തന്നെ ടൈം എടുക്കും. കാരണം 9:15 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്ക് ഇതുപോലെ ഓരോരുത്തർ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റുഡൻസും കുട്ടികളൊക്കെ പൂക്കളം ഇടാനും കാര്യങ്ങൾക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറേ സ്റ്റുഡൻസ് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എനിക്ക് ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ സത്യത്തിൽ പണ്ടത്തെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും രസമൊക്കെ ഇപ്പോൾ കുറയുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും അങ്ങനെ തന്നെ ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കൊക്കെ പറഞ്ഞാൽ ചെറുപ്പത്തിൽ നമുക്ക് ഇന്നത്തെ സൗകര്യം കൂടി അന്ന് ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും നമുക്ക് അന്ന് ഓരോ വർഷത്തെ ആ ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും കാത്തിരുന്ന് ആ ഒരു 10 ദിവസത്തെ വെക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു തിരുവോണം ഉത്രാടമൊക്കെ നമുക്ക് അത്രയും അത് കഴിയുമ്പോൾ ശരിക്കും നമുക്കിങ്ങനെ സങ്കടം വരും. അതായത് അങ്ങനെ നമുക്കത് ഫീൽ ചെയ്യും. ഇന്നത് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ ഒരു സാഹചര്യത്തിനേക്കാൾ മോശം സാഹചര്യമായിരിക്കും ചിലപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത്. പക്ഷേ എങ്കിലും അന്നത്തെ ഒരു ദിവസം എനിക്ക് എല്ലാ വർഷവും ഓണക്കോടി എടുത്തു തരുന്ന എനിക്കൊരു ആൻറ്റി ഉണ്ട്. അതായത് അച്ഛൻ്റെ നേരെ ചേച്ചിയാണ്. പക്ഷെ ആളിന്നില്ല. അപ്പോൾ ആളിന്നില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്രാവശ്യം ഓണം ഇല്ലാത്തത്. പക്ഷെ എനിക്കത് ആലോചിക്കുമ്പോൾ ഭയങ്കര സങ്കടം. എല്ലാ വർഷം ആൻറ്റി എന്തൊക്കെ ആയാലും ആൻറ്റി ഓണക്കോടി എടുത്ത് തരാറുണ്ട് എല്ലാ വർഷം. പക്ഷെ ആൾക്ക് കുറച്ച് സുഖമില്ലായ്മയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഈ വർഷം ഞങ്ങൾക്ക് ഓണം ഇല്ലാത്തതിൻ്റെ കാരണം എന്ന് പറയുമ്പോൾ ആ ആൻറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമം. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുമ്പോഴേക്കും അവിടെ ഓണത്തിൻ്റെയും പൂക്കളത്തിൻ്റെയൊക്കെ പരിപാടികൾ അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട് ഗെയ്സ്. അപ്പോൾ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ പൂക്കളൊക്കെ ഫിനിഷ് ചെയ്യും. ഞാൻ ഈ പൂക്കളിടുക അങ്ങനത്തിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് എടുക്കാമെന്ന് എനിക്കറിയില്ല. എനിക്കിങ്ങനെ ക്ഷമയുള്ള പരിപാടികളൊന്നും നടക്കില്ല. എനിക്കത് വയ്ക്കില്ല. നമുക്കിങ്ങനെ പൊരിഞ്ഞ് നടക്കുന്ന വല്ല പരിപാടിയാണെങ്കിൽ സെറ്റാണ്. ബാക്കി ഇങ്ങനെ ക്ഷമയോടെ ഇരുന്ന് പൂവരിയുക അല്ലെങ്കിൽ ക്ഷമയോടെ നോക്കി ഈ പൂക്കളം വരയ്ക്കുക, പൂവിടുക, അതൊന്നും എന്നെ കൊണ്ട് പറ്റാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ ആ ഫീൽഡിലേക്ക് പോകാറുമില്ല, അവരെ ശല്യപ്പെടുത്താറുമില്ല. അപ്പോൾ നമ്മൾ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കുറേ ഗെയിംസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഹാങ്കർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനും വേറെ മിസ്സുമാരും ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആരുടെയെങ്കിലും ഫോൺ കൊടുത്തിട്ട് എടുക്കണേന്ന് പറയാനും ഞാനത് വിട്ടുപോയി. പിന്നെ ബാക്കിയുള്ളവരുടെ നിന്ന് കിട്ടിയ ചില ക്ലിപ്പാണ് ഞാൻ ഫസ്റ്റിലെ ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മളൊരു 1:30 ആകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കൊടുക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ കുറച്ചധികം കുട്ടികളുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലേ നമുക്ക് അടുത്ത പ്രോഗ്രാംസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അധികം ലേറ്റ് ആക്കേണ്ട വെച്ചാൽ നമ്മളൊരു 1 മണി 1:15 ആകുമ്പോഴേക്കും നമ്മൾ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ഫുഡായിരുന്നു. പക്ഷെ നമുക്ക് ആ ഒരു തിരക്കിൻ്റെ ഇടയിൽ അത്രത്തോളം ആസ്വദിച്ചിട്ടൊന്നും കഴിക്കാൻ കഴിയില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം വീണ്ടും ഗെയിംസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഗെയിം നടക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് ഇതേപോലത്തെ കുറേ പ്രഹസനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് കണ്ണടച്ച് വിടും ഗെയിംസ്. അപ്പോൾ ഗെയിംസും ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഗെയിംസ് മാത്രമേ ഞാനെപ്പോൾ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുമ്പോൾ എടുത്തിട്ടുള്ളത് മാത്രമേ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുള്ളൂ കേട്ടോ. പിന്നെ അധികം ഞാൻ പരമാവധി വീഡിയോ നന്നായിട്ട് ചുരുക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഈ പറയുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് എൻജോയ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളെ വല്ലാതെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ട് വീഡിയോ പരമാവധി ചുരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വടംവലി, അതേപോലെ തന്നെ ഉറിയടിക്കൽ, പിന്നെ സ്ഥിരം നമുക്കുണ്ടാവുന്ന ഓണത്തിനുള്ള എല്ലാ പരിപാടികളും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പിള്ളേരൊക്കെ ഭയങ്കര എന്താ പറയുക, കോപ്പറേറ്റീവാണ്. അതിനനുസരിച്ച് അത്രയും എനർജിയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെയാണ് എല്ലാവരും. ഒന്നിനും വെച്ചാണ്. കാരണം എല്ലാത്തിനും ഫ്രണ്ടിലേക്ക് ഇറങ്ങിയിട്ടും മീൻസ് എന്തിനും മുന്നിട്ട് ഇറങ്ങിയിട്ടും എല്ലാം ചെയ്യും. നമുക്കൊന്നും സത്യത്തിൽ വേറെ ഒന്നും അറിയേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ ഫിനിഷ് ചെയ്ത് ഒരു 6:30 6:45 ആകുമ്പോഴേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പോകുന്ന സമയത്ത് ഞാൻ വിഷ്ണുവിനെ ജസ്റ്റ് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിഷ്ണുവേട്ടൻ ഇറങ്ങുകയാണെങ്കിൽ ഒപ്പം പോകാമല്ലോ വിചാരിച്ചിട്ട്. കാരണം ഒന്നാമത് ഈ സാരിയൊക്കെ ചുറ്റിയിട്ട് എനിക്ക് തിരിച്ച് അത്രയും ദൂരം എത്തുന്ന കാര്യം ആലോചിക്കാൻ തന്നെ വയ്യ. ഒന്നാമത് നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിഷ്ണുവിനെ വിളിച്ചപ്പോൾ വിഷ്ണുവേട്ടൻ 6:45 ആകുമ്പോഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പിന്നെ വീട്ടിലേക്ക് പോയി.